മേനോൻ സർ, ഭയങ്കര സർപ്രൈസ് ആണല്ലോ. ഇങ്ങനെ ഒരു വിസിറ്റ്. ഞാൻ നിന്നെ കാണാനാ വന്നത്. ഓ ഗ്രേറ്റ്. എന്താ ഒടുവിൽ തീരുമാനിച്ചോ? നീ എന്റെ കൂടെ വരണം. എല്ലാം അറിയാൻ ഞാൻ വളരെ വൈകിപ്പോയി. ഇവിടെ നിന്റെ ജീവൻ അപകടത്തിലാണ്. ഓഹോ, അപ്പോ എനിക്ക് പ്രൊട്ടക്ഷൻ തരാനാണ് ഉദ്ദേശം, അല്ലാതെ എന്നെ അമ്മയും സ്വീകരിക്കാനല്ല. അഞ്ജന, ഒരു വാദപ്രതിവാദത്തിനുള്ള സമയമല്ലേ ഇത്. എന്റെ സംരക്ഷണയിലാകുമ്പോൾ നിനക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അതിനെനിക്ക് മരിക്കാൻ ഭയമുണ്ടെങ്കിലല്ലേ? എനിക്കൊരച്ഛനുണ്ട് എന്നീ ലോകത്തിന് മുമ്പിൽ മുഖമുയർത്തി പറയാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ മരിച്ചു വീണാൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. നീ എന്നെ വേദനിപ്പിച്ചു, ഞാനത് അർഹിക്കുന്നു. പക്ഷേ എന്റെ സാഹചര്യം മനസ്സിലാക്കാൻ നിനക്ക് ശ്രമിച്ചുകൂടെ? ഏത് സാഹചര്യം? ഇത്രയും വർഷം എന്റെ അമ്മ കുടിച്ച കണ്ണീര്, അവരനുഭവിച്ച ഹൃദയവേദന, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിന്നോട് തർക്കിക്കാൻ എനിക്കാവില്ല. ഞാനിതാ കൈകൂപ്പി നിന്നോട് പറയാണ് എന്റെ കൂടെ വരാൻ. വരാം. മുഴുവൻ ലോകത്തിനോടും ഇതാ എന്റെ മോളെന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു ദിവസം, അന്ന് ഞാൻ വരാം. നിന്റെ ദുർവാശിയാണിത്. അല്ല, ഒരു മകളുടെ മിനിമം ആവശ്യം മാത്രം. വരില്ലാന്ന് തീർച്ചയാണോ? ഒരു ബന്ധത്തിന്റെ പേരിലല്ലാതെ ഒന്നും ആഗ്രഹിക്കാതെ എന്നെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട്. അയാൾ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരു കൊട്ടാരത്തിലെയും സുരക്ഷിതത്വം ആവശ്യമില്ല. എന്താണ് സാർ, അഞ്ജനെ കൂട്ടിക്കൊണ്ടുവന്നല്ലേ? ആ കാഴ്ച കാണാൻ ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അവൾ അവളുടെ വാശി മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്തിന് എന്നെ വേദനിപ്പിക്കാൻ? കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ സാർ. ഇത്രയും കാലം അഞ്ജനെ അനുഭവിച്ച ദുഃഖം കണക്കിലെടുക്കുമ്പോൾ സാറിനെ പോലുള്ളവർക്ക് ഒരിക്കലും എവിടെയും ചെറുതാവാൻ കഴിയില്ലല്ലോ, അല്ലേ സാർ? എന്താ ഇനിയും അച്ഛനെ വേദനിപ്പിക്കാൻ തന്നെയാണോ പ്ലാൻ? ആര് വേദനിപ്പിച്ചു? വേദനിപ്പിച്ചെങ്കിൽ തന്നെ അത് കേന്ദ്രമന്ത്രി വിശ്വനാഥ മേനോനെയല്ലേ, അച്ഛനെ അല്ലല്ലോ. അച്ഛന്റെ മുഖത്തോടെ എന്റെ മുന്നിൽ വരാൻ ഇപ്പോഴും കഴിയുന്നില്ലല്ലോ. ആൾക്കാരെ തള്ളിക്കയറാൻ അനുവദിക്കരുത്. പിന്നെ പത്രക്കാരെ സൂക്ഷിക്കണം. കഴിയുന്നതും അകറ്റി നിർത്തുക. എന്താ സർ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും? സെക്കൻഡ് അറ്റാക്കാണ്. ആദ്യത്തേത് മുമ്പെപ്പോഴോ വളരെ മൈൽഡ് ആയിട്ട് വന്നതാ. പുള്ളിക്കാരൻ പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാ ഡോക്ടർ മേനോ പറഞ്ഞത്. എന്നാലും ഈ ഇലക്ഷനൊക്കെ അടുത്ത സമയത്ത് പ്രാവണയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ സ്ഥാനാർത്ഥി വിശ്വനാഥ മേനോനെ വിജയിപ്പിക്കുക. നാടിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴക്കാൻ വിശ്വനാഥ മേനോനെ വിജയിപ്പിക്കുക. ഇരിക്കൂ. ഞാൻ സേനനെ വിളിപ്പിച്ചത് കേന്ദ്രമന്ത്രി വിശ്വനാഥ മേനോനായിട്ടല്ല, അധികാര ചിഹ്നങ്ങളുള്ള ഒരാളായിട്ടുമല്ല, ഒരു പാവം അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. എന്റെ മകളുടെ ജീവൻ എടുക്കരുത്, പകരം എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം, ഞാൻ തരും. കൊടുത്തുപോയ വാക്ക് നിറവേറ്റാൻ വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനോട് യുദ്ധം തുടങ്ങിയവനാണ് സേനൻ. എല്ലാം എനിക്കറിയാം സേനൻ. പക്ഷേ എന്റെ ഈ അവസ്ഥ കൂടി കണക്കിലെടുത്ത് ആളുകൾ എന്നെ തേടി വരുന്നത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇവിടുത്തെ നീതി വ്യവസ്ഥയിലും നിയമപാലകരിലും വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവരെന്റെ അടുത്തേക്ക് വരുന്നു. ഇന്നേവരെ ആരെയും ഞാൻ നിരാശരാക്കിയിട്ടില്ല. ഏറ്റെടുത്ത ജോലിയിൽ നിന്ന് സേനൻ പിന്മാറിയെന്ന് പറഞ്ഞാൽ
സേനന്റെ മരണമാണത്. നിങ്ങളോടത് ആവശ്യപ്പെട്ടവന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ദേവനെയും കൂട്ടരെയും എനിക്ക് അറസ്റ്റ് ചെയ്യിക്കാം. പക്ഷെ അതിനുള്ള തിരിച്ചടി എന്റെ മകൾക്കായിരിക്കുമല്ലോ. അവന് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കാം. പകരം എനിക്ക് വേണ്ടത് മരണമെത്തും മുമ്പ് ഒരു ദിവസമെങ്കിലും എനിക്ക് അവളുടെ അച്ഛനാകണം, അവളുടെ അമ്മയുടെ ഭർത്താവാകണം. കഴിഞ്ഞ 23 വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്നും ഒരു ദിവസത്തേക്കെങ്കിലും മോചനം. സേനൻ, ദയവ് ചെയ്ത് എന്തായി നിന്റെ ധർമ്മയുദ്ധം? എവിടം വരെ എത്തി? തോറ്റിട്ടില്ല, തോൽക്കാൻ ഉദ്ദേശവുമില്ല. അതുപോരല്ലോ, ജയിക്കണ്ടേ? യുദ്ധമല്ലേ, എതിരാളി ശക്തനായിട്ടിരിക്കുന്നിടത്തോളം കാലം ജയം നീളും. എതിരാളി പിൻവാങ്ങിയാലോ? അതെ, ഞാൻ ആയുധം താഴെ വെച്ചു. നിന്റെയോ ഈ പെണ്ണിന്റെയോ നെകളിപ്പ് കണ്ടിട്ടല്ല, ഒരച്ഛന്റെ വേദനയുടെ മുന്നിൽ, അപേക്ഷയുടെ മുന്നിൽ ഞാൻ തോൽക്കുന്നു. എന്താ, ഹൃദ്രോഗം ബാധിച്ച് കിടപ്പിലായ ഒരു മനുഷ്യനെ ഇനിയും ദ്രോഹിക്കണമെന്നുണ്ടോ? ഞാൻ കൊടുത്ത വാക്ക് മറന്നുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടാ ഞാൻ വരുന്നത്. മോളുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന്. പഴയതെല്ലാം മറന്നേക്ക് കുട്ടി. എപ്പോ വേണമെങ്കിലും അപകടപ്പെടാവുന്ന പ്രാണനുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. എത്രയും വേഗം ചെന്ന് കാണൂ. നിനക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, മേനോൻ സാറിന്റെ മനസ്സ് വിഷമിക്കാൻ ഇനി ഇടവരരുത്. ഞാൻ പോകുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം വളരെ എളുപ്പം. അച്ഛനും അമ്മയും അടങ്ങുന്ന പുതിയൊരു ലോകം തനിക്ക് കിട്ടാൻ പോകുന്നു. എത്രയും വേഗം അമ്മയെ വരുത്തുക. നിങ്ങളെ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞത് സേനൻ ഇതുവരെ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അഞ്ജനയുടെ കാര്യത്തിൽ അവൾക്കെതിരായി ഇനി ഞാനൊന്നും ചെയ്യില്ല. മാത്രമല്ല, അവളെയും അവളുടെ അച്ഛനെയും ഒന്നിച്ചു ചേർക്കാനുള്ള ശ്രമം വിഷ്ണുവിന്റെ കൂടെ നിന്ന് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. സേനൻ, ഇത് ചതിയാണ്. ഇത്രയും നാൾ കൂടെ നിന്നിട്ട് എന്താ കൂടുതൽ പണം കിട്ടുമെന്നോ മറ്റോ കണ്ടപ്പോ താൻ ഈ ഊച്ചാളി തല്ലുകാരന്റെ സ്വഭാവം കാണിക്കണം. എന്തായി കാണിച്ചത്? മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. സേനന്റെ മുഖത്ത് നോക്കി ഇതുവരെ ഒരുത്തനും ധിക്കാരം പറഞ്ഞിട്ടില്ല, പറയാൻ അനുവദിക്കുകയില്ല. മനസ്സിലായടാ? എല്ലാ കളികളും അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് കഴിയുന്നതാണ് നിനക്ക് നല്ലത്. ഓർത്തോ? ഇനി സേനനും വിഷ്ണുവും ഒന്നാ നിന്റെ പൊടി കാണില്ല. അവരിനി ഒന്നാ. വീണ്ടും ഈ നഗരത്തിന്റെ ഭരണം അവരുടെ കൈകളിലേക്ക്. എന്റെയും നിന്റെയും ജീവൻ വരെ ഇനി അവരുടെ ദയയില. അമ്മേ, വിഷ്ണു. ചെല്ലു അമ്മേ. എനിക്ക് നീ ആദ്യം ചെല്ല്, എന്നിട്ട് ഞാൻ വരാമോന്ന് ചോദിക്കേ. എന്താ അമ്മ ഇത്? ഇപ്പൊ അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാള് അമ്മയാ.